3000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതനുസരിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത യഹൂദം മാത്രം ചരിത്രത്തിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വചനം സത്യമാണ്. യേശയ്യ ഈ പറഞ്ഞു, ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 650 കൊല്ലം മുമ്പ് യേശയ്യ പറഞ്ഞത് സത്യമാണെന്നുള്ളതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ്. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ രാജ്യം ലോകരാജ്യങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കും. ഞാൻ ഇസ്രായേലിന്റെ എല്ലാ പ്രവൃത്തികളെ അനുകൂലിക്കുന്നില്ല, മനസ്സിലായോ? ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ലതാണെന്ന് പറയുന്ന ഒരാളുമല്ല ഞാൻ അതല്ല പറയുന്നത്. ബട്ട് ആ നേഷൻ സർവൈവ് ചെയ്തെങ്കിൽ, ഈ കൊച്ചിന്റെ കൈയും പിടിച്ചോണ്ട് യേശയ്യ ഒരു കാര്യം പറഞ്ഞില്ലേ, എ റെമനന്റ് വിൽ സർവൈവ്. അപ്പൊ ആര് പറഞ്ഞതാ നടന്നേ? ആര് പറഞ്ഞതാ നടന്നേ? ദൈവം പറഞ്ഞതാ നടന്നത്. ദൈവം പറഞ്ഞതേ നടക്കൂ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് ലോകാവസാനം വരെ ആ ജനത ഉണ്ടാവും. ഏത്? ഇസ്രായേൽ. നമുക്കറിയാം, കാറ്റക്കിസം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഈശോയുടെ മടങ്ങി വരവിന്റെ 7 അടയാളങ്ങളിൽ ഒരടയാളം ഇസ്രായേൽ യേശുവിലേക്ക് തിരിച്ചു വരും എന്നതാണ്. ഞാൻ പറഞ്ഞല്ല, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുകയാണ്, ഇസ്രായേൽ ക്രിസ്തുവിലേക്ക് മടങ്ങി. റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, റോമാലേഖനത്തിന്റെ 9, 10, 11 അധ്യായങ്ങൾ. റെസ്റ്റോറേഷൻ. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ 1 ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ചില ചാനലുകളുണ്ട്. യഹൂദന്മാർ യേശുവിനെ രക്ഷകനും ദൈവവുമായിട്ട് ഏറ്റുപറഞ്ഞ യഹൂദന്മാരുടെ അവര് യഹൂദ മതത്തില് യേശുവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന മനോഹരമായ പഠനങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഒത്തിരി യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. പിശാച് പറഞ്ഞത് നടക്കത്തില്ല, ദുഷ്ടമനുഷ്യര് പറഞ്ഞത് നടക്കത്തില്ല, ശത്രു പറഞ്ഞത് നടക്കത്തില്ല, നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞത് നടക്കത്തില്ല. ദൈവം പറഞ്ഞത് മാത്രമേ നടക്കൂ. അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടിയുടെ പേരാണ് എമ്മാനുവേൽ, കുരിശിൽ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു.